വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനതാൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള വികസനമാണ്. ജനദ്രോഹപരമായ രാഷ്ട്രീയമായിരിക്കരുത്. CPI എപ്പോഴെല്ലാം മറ്റ് കക്ഷികളുമായി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം CPI ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. 2026 വരെ പിണറായി വിജയനെ ഒന്നും ചെയ്യണ്ട എന്നൊരു തീരുമാനം കേന്ദ്ര തലത്തിൽ പ്രധാനമന്ത്രിയുടെ തലത്തിൽ എടുത്തിട്ടുണ്ട്. പാർട്ടി സഖാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ സ്വീകരിക്കേണ്ടിയിരുന്നത് ബംഗാളിൽ പോയി ആ പരിപാടി പങ്കെടുക്കുക എന്നാണ്. അത് ചെയ്തില്ല. അതാണ് ഈ പാർട്ടി കൂർ എന്ന് പറയുന്നത് അങ്ങാടിയിലോ ഒന്നും കിട്ടാവുന്നൊരു സാധനമല്ല. അത് ഇൻബോൺ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി പിണറായി വിജയൻ മാത്രമല്ല CPM-നും നഷ്ടപ്പെട്ടിട്ട് കുറച്ചധികം നാളായി. പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം അതിപ്പോഴുണ്ടായ വിവാദമല്ല. ഭരണപക്ഷത്ത് അല്ലെങ്കിൽ LDF മുന്നണി അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് മാസപ്പടി വിവാദം ഉയർന്നു വരുന്നത്. അന്നും ED ഒക്കെ വന്നതാണ്. അത് ആ കേസ് പക്ഷെ അന്ന് എവിടെയും എത്തിയില്ല. ഇപ്പൊ പാർട്ടി പ്രതിപക്ഷത്താണ്. ED കേസുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന്റെ പേര് വന്നിട്ടുണ്ട്. മരുമകനായിട്ടുള്ള അല്ലെങ്കിൽ വീണ വിജയന്റെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ് എന്ന് പറയുമ്പോഴും മറുവശത്തൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ് എങ്കിൽ BJP രാഷ്ട്രീയമായി ED ഉപയോഗിച്ച് പകപോക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് അധികാരത്തിലിരുന്നപ്പോൾ ഇത്തരം പകപോക്കലുകൾ ഉണ്ടാകാതിരുന്നത്? അത് കേരളം വിശ്വസിച്ചതുപോലെ CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലായിരുന്നു എന്നതാണ്. മറുവശത്ത് വീണ വിജയനിലേക്ക് മാസപ്പടി വിവാദം എത്തുമ്പോൾ അല്ലെങ്കിൽ വീണ വിജയനിലേക്ക് കുരുക്ക് മുറുകുന്ന സമയത്ത് പിണറായി വിജയനും റിയാസും കൂടി കുരുങ്ങില്ലേ? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കേസ് മാത്രമല്ല, പഴയ രാവ്ലിൻ കേസ് തന്നെ CBI എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നു. ലാവ്ലിൻ്റെ കേസിലും ധാരാളം അനധികൃതമായ പണമിടപാടുകൾ ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പോൾ 37ാമത്തെ തവണ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഈ വീണ വിജയനും പിന്നെ കരിമണൽ കർത്താവുമായിട്ടുള്ള ആ ഡീലിനെ തുടർന്നുണ്ടാകുന്ന അഴിമതി ആരോപണം. ആ അഴിമതി ആരോപണം ബലപ്പെട്ടതോടെ രണ്ട് തരത്തിൽ അത് LDF ഗവൺമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചു. ഒന്ന്, ആ മുന്നണി രാഷ്ട്രീയത്തെ അത് ഒരു പരിധി വരെ ബാധിച്ചു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് CPI-യിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ അതിശക്തമായൊരു നിലപാടെടുത്തു. അഴിമതി ഒരു തരത്തിലും LDF മുന്നണി ഭരണത്തിൽ ഉണ്ടാകരുത്. അതിന് പ്രധാന കാരണം അച്യുതമേനോൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചില സംഭവങ്ങളാണ്. അത് ഈ ഒരു ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അച്യുതമേനോൻ ഗവൺമെൻറ് ഉള്ളപ്പോൾ അന്ന് ആ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന MN ഗോവിന്ദൻ നായർക്കും TV തോമസിനെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ വന്നു. MN വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ചില വിദേശ വൈദ്യുതി കമ്പനികളുമായി രഹസ്യ കരാറുണ്ടാക്കിയെന്നൊക്കെ ആരോപണങ്ങളുണ്ട്. TV തോമസ് ജപ്പാനിൽ പോയി വിദേശ മൂലധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ഇതിനെക്കുറിച്ച് ഇൻവോൾവ് ആയതുകൊണ്ട് അവർ അന്വേഷണം നടത്തിയപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരെ രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കിയെങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടു അവർ രണ്ടുപേരും രാജിവെക്കണം, പരസ്യമായി അന്വേഷണം നേരിടണം. അങ്ങനെ MN-ഉം TV-യും രാജിവെക്കുകയും അന്വേഷണം നടത്തി അതിൽ നിന്ന് കുറ്റവിമുക്തരായി പുറത്തു വരികയും ചെയ്തു. അത് ഈ സംഭവം ഒരു വശത്ത് നടക്കുകയാണ്. അന്നൊക്കെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പലരുടെയും കൂടുതലാണ് CH മേനോൻ. അച്യുതമേനോനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അഴിമതിക്ക് നേരിട്ടോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. അത് ഒരു പഴയ പാരമ്പര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ വീക്ഷണകോണായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. EMS-നും ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? പിന്നീട്
ഇത് വെള്ളം ചേർത്ത് ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ കാലത്ത് കേന്ദ്രത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തൃശ്ശൂർ സ്വദേശിയായ ഡോക്ടർ കെ.എൻ. രാജ്. കെ.എൻ. രാജിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത് അച്യുതമേനോനായിരുന്നു. അച്യുതമേനോൻ CDS എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായത്തോടു കൂടി തിരുവനന്തപുരത്ത് തുടരുകയും അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് മടിച്ചു നിന്നിരുന്ന കെ.എൻ. രാജിനെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്ന ഉറപ്പോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. രാജാണ് കേരളത്തിലെ വികസനത്തിന് ഒരു രാഷ്ട്രീയതരമായ കാഴ്ചപ്പാട് കൊടുക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ 2 വാചകങ്ങളുണ്ട്. വികസനത്തെയും രാഷ്ട്രീയത്തെയും 2 തരത്തിൽ ബന്ധപ്പെടുത്താം. ഒന്ന് വികസനത്തിൻ്റെ രാഷ്ട്രീയം, 2 രാഷ്ട്രീയത്തിൻ്റെ വികസനം. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയത്തിൻ്റെ വികസനമല്ല, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം അന്ന് ഈ ഭാരത് ടൂറിസം പോലൊരു ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടക്കുമ്പോൾ ഞാൻ മഹാരാജ് കോളേജിലെ അധ്യാപകനാണ്. ക്ലാസ് ഇല്ലാത്ത സമയത്ത് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? അദ്ദേഹം പറഞ്ഞു, വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനതാൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള വികസനമാണ്, ജനദ്രോഹപരമായ രാഷ്ട്രീയമായിരിക്കരുത്. അതിൽ പല കാര്യങ്ങളുമുണ്ട്. പ്രകൃതി സംരക്ഷണം ഇതെല്ലാം തന്നെ വേണം. പിന്നെ പരിസ്ഥിതി മലിനീകരണം തടയൽ, ശുദ്ധജല വിതരണം ഉറപ്പാക്കൽ, ഇതെല്ലാം തന്നെ ജനതാൽപര്യ സംരക്ഷണത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് വികസനത്തെ രാഷ്ട്രീയമായി ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നതിനാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി നടന്നു വരുന്നത് രാഷ്ട്രീയത്തിൻ്റെ വികസനമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആദ്യം ലാവ്ലിൻ കേസ്, പിന്നീട് ഈ വീണ വിജയനെതിരായ കേസും വീണ വിജയൻ്റെ 2ാം ഭർത്താവായ ഷിയാസിനെതിരായിട്ടുള്ള കേസും എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിണിതി എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ചെയ്തു നൽകിയ സേവനത്തിന് വീണ വിജയൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നും തന്നെ പറയാനാകില്ല. അപ്പോഴും കേരളത്തിന്റെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം, അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ ആ ഒരു ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ പണം നൽകിയതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ്, കർത്തയുടെ മൊഴിയിൽ പറയുന്നുണ്ട് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് സേവനത്തിനല്ല പണം നൽകിയതെന്ന്. പക്ഷെ അത് പിണറായി വിജയൻ തള്ളുകയാണ്. ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, കർത്ത അങ്ങനെ മൊഴി നൽകിയിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് കേരളം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേരളം ചിന്തിച്ചതുപോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേബലിലാണ് വീണ വിജയന് പണം നൽകിയതെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പോലും പിണറായി വിജയൻ പടിയിറങ്ങേണ്ടി വരില്ലേ? തീർച്ചയായും ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചു. പിണറായി വിജയൻ്റെ 2ാം വരവോടുകൂടി കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജനനന്മയ്ക്കുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല എന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിക്കുകയാണ് ആ ഗവൺമെൻറ് ചെയ്തത്. അത് ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. CPI എപ്പോഴെല്ലാം മറ്റ് കക്ഷികളുമായി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴെല്ലാം CPI ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ നേരെ മറിച്ചായിരുന്നു. അത് ആദ്യമായി ഇത് പോയിൻ്റ് ഔട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പാർട്ടി സമ്മേളനത്തിൽ വെച്ച് മലപ്പുറത്തെ പ്രമുഖ നേതാവായിരുന്ന പഴയ കൊളാടി ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന പ്രമുഖനായ MLA മകൻ അജിത് കൊളാടിയാണ്. കേരളത്തിലെ CPI തിരുത്തൽ ശക്തിയായത് തിരുമൽ ശക്തിയായി മാറിയത് കൊണ്ടാണ് 2ാം പിണറായി സർക്കാരിൻ്റെ ഇത്ര മോശമായൊരു പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഏറ്റുപറയുക എന്നത് പലപ്പോഴും ഞാൻ എൻ്റെ വാക്കുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും എല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് സത്യം. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും അത് തെളിയിക്കപ്പെട്ടു വരികയാണ്. പിന്നെ പിണറായി വിജയൻ്റെ മകള് തെളിവിന് വിളിക്കുന്നില്ല എന്നാണ് AK ബാലനും MV ഗോവിന്ദനും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്.
രണ്ട് കമ്പനികൾ തമ്മിലൊരു ധാരണ, അതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ SIUവിൻ്റെ FIIO അയാളൊക്കെ കുറേ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി നടന്നു, ഇൻകം ടാക്സിൻ്റെ എൻക്വയറി നടന്നു. അതിലെല്ലാം തന്നെ വഴിവിട്ട നിരവധി കാര്യങ്ങൾ ഈ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ഏറെക്കുറെ സൂചന കിട്ടിയിട്ടും എന്തുകൊണ്ട് നിയമപരമായി അതിനെ നേരിടാൻ ശ്രമിച്ചില്ല? ഒരു കോടതിയിലും പോയതായിട്ട് അറിയില്ല. കേസുകൾ കൊടുത്ത് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നല്ലാതെ ആ അന്വേഷണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും സ്വയം മകളെയും സ്വയം പാർട്ടിയെയും സ്വയം ചീത്തപ്പേരിനെയും ഒഴിവാക്കാനുള്ള യാതൊരു നടപടിയും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. PV എന്നുള്ളത് ഞാനല്ല. ആ അവിടെ നിന്ന് പിടിച്ചെടുത്ത പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെടുത്ത ആ കടലാസിൽ PV എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ പിണറായി വിജയൻ, OC എന്നുള്ളതിൻ്റെ ഉമ്മൻചാണ്ടി, PK എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാവരുടെയും പേരിലും പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു കർത്താവ്. അത് കർത്താവ് ഏറ്റു പറയുക മാത്രമല്ല, വീണാ വിജയനും കാശ് മേടിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2026 വരെ പിണറായി വിജയനെ ഒന്നും ചെയ്യണ്ട എന്നൊരു തീരുമാനം കേന്ദ്ര തലത്തിൽ, പ്രധാനമന്ത്രിയുടെ തലത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, UDFനെ ഏതെങ്കിലും തരത്തിൽ അധികാരം വരുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്ന ആ കർത്തവ്യം നിർവഹിക്കാൻ പിണറായി വിജയനെ അധികാരത്തിൽ തുടരുക എന്നാണ് ഏറ്റവും നല്ല മാർഗം എന്ന ബുദ്ധി BJPക്ക് ഉണ്ടായിരുന്നു. ഇത് മറ്റാരുമല്ല പോയിൻ്റ് ഔട്ട് ചെയ്തത്. സെൻകുമാർ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടുകൊണ്ട് നിയമപരമായി അതിനെ ഫൈറ്റ് ചെയ്ത് ആ സ്ഥാനം ഏറ്റെടുത്തതാണ്. സെൻകുമാർ പറഞ്ഞു 2026 വരെ പിണറായി വിജയനെ തൊടില്ല എന്നൊരു അൺറിട്ടൺ അണ്ടർടേക്കിംഗ് മോഡി പിണറായിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. തെറ്റാവാൻ ശരിയാവാം, റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ പൊതുവെ ഉണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയത് ജ്യോതി ബാസുവിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഒരു ഗംഭീര പരിപാടി, അവിടെ ഗവൺമെൻറ്റല്ല പാർട്ടി പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഒരേ ഒരു CPM മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനോട് അവർ പങ്കെടുക്കാൻ ക്ഷണം നേരത്തെ കൂട്ടി കൊടുത്തിരുന്നു. അദ്ദേഹം ചെല്ലാമെന്നൊരു ധാരണയിലും എത്തിയിരുന്നു. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി കൊച്ചിയിൽ ഷിപ്പ് യാർഡിൻ്റെ ഏതോ ഒരു പ്രത്യേക ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചിയിൽ വരുന്നു. ആ പരിപാടി ക്യാൻസൽ ചെയ്ത് അദ്ദേഹം ഇവിടെ തന്നെ പ്രധാനമന്ത്രി കാണാൻ നിൽക്കുകയാണ്. മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ളത് എനിക്ക് മുഖ്യമന്ത്രി തന്നെ ഒരു പ്രധാനമന്ത്രിയെയോ മറ്റ് ആളുകളെ ഒന്നും സ്വീകരിക്കാൻ പോകണമെന്നില്ല. പ്രത്യേകിച്ച് മറ്റു വല്ല പ്രധാനമായ ദൗത്യമുണ്ടെങ്കിൽ ആ ദൗത്യം ഉണ്ടായിരുന്നല്ലോ. ഇതിനേക്കാൾ പാർട്ടി സഖാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ സ്വീകരിക്കേണ്ടിയിരുന്നത് ബംഗാളിൽ പോയി ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി. അത് ചെയ്തില്ല. അതാണ് ഈ പാർട്ടി കൂർ എന്ന് പറയുന്നത്. അങ്ങാടിയിലോ ഒന്ന് കിട്ടാവുന്നൊരു സാധനമല്ല. അത് ഇൻബോൺ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി പിണറായി വിജയൻ മാത്രമല്ല CPMനും നഷ്ടപ്പെട്ടിട്ട് കുറച്ചധികം നാളായി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അങ്ങനെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള നിരവധി CPM CPI കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു.